എന്താകും കെ എൻ ബാലഗോപാൽ തന്റെ ബജറ്റ് പ്രസംഗത്തിൽ കാത്തുവെച്ചിട്ടുണ്ടാവുക? അല്പസമയത്തിനകം അറിയാം. 9 മണിയോടുകൂടി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കും. കെ എൻ ബാലഗോപാൽ നിരവധി ജനക്ഷേമ പദ്ധതികൾ പ്രതീക്ഷിക്കുന്നു. വികസനവുമായി ബന്ധപ്പെട്ട വലിയ കുതിച്ചുചാട്ടം കേരളം ആഗ്രഹിക്കുന്നു. അതനുസരിച്ചുള്ള എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണണം. വി അരുൺ വിവരങ്ങളുമായി ചേരണം. അരുണ്, നിയമസഭയിലേക്ക് എത്തിയോ ധനമന്ത്രി? അദ്ദേഹത്തിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സൂചനകൾ? പ്രതിപക്ഷവും ഒരേപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു ബജറ്റാണ്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് കാര്യങ്ങൾ അവസാന നിമിഷം സർക്കാർ കയ്യിലെടുക്കുമോ എന്നുള്ള ആശങ്ക പ്രതിപക്ഷത്തിനും ഉണ്ടാകാം. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? തീർച്ചയായിട്ടും അല്പസമയത്തിനകം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്റെ 6ാമത്തെ ബജറ്റ് അവതരണത്തിന് നിയമസഭയിലേക്ക് എത്തും. അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ ഇവിടെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ തയ്യാറാണ്. അല്പസമയത്തിനകം ബാലഗോപാൽ ഇവിടേക്ക് എത്തും. ഏറ്റവും പ്രധാനപ്പെട്ട ചോദിച്ചു തന്നെയാണ് എത്രത്തോളം ജനപ്രിയമാകും ഈ ബജറ്റ്, എത്രത്തോളം ക്ഷേമ പ്രധാനമാകും ഈ ബജറ്റ് എന്ന കാര്യമാണ് അറിയേണ്ടത്. അത് സർക്കാരിനെന്ന പോലെ പ്രതിപക്ഷത്തിനും നിർണായകമാണ്. ക്ഷേമ പ്രഖ്യാപനങ്ങളുടെ ഒരു പെരുമഴ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം സർക്കാരിന് അധികാരത്തിൽ തുടരണം, അത് ചരിത്രമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും പ്രതീക്ഷയോടുകൂടി സർക്കാർ കാണുന്നത്, ഇടതുമുന്നണി കാണുന്നത് ഈ ബജറ്റാണ്. ആ ബജറ്റാണ് അവതരിപ്പിക്കാൻ ഏതാനും മിനിറ്റുകൾക്കകം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇവിടേക്ക് എത്തുന്നത്. നമുക്കറിയാം, ബജറ്റുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയായ നിയമസഭ കൂടിയാണത്. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം ഇപ്പോഴും ഡോക്ടർ തോമസ് ഐസക്കിന്റേതാണ്. 2021 അദ്ദേഹം അവതരിപ്പിച്ച 3 മണിക്കൂറും 18 മിനിറ്റും നീളുന്ന ബജറ്റ് പ്രസംഗമായിരുന്നു. അദ്ദേഹം തന്നെ 2016 2 മണിക്കൂറും 58 മിനിറ്റും അതിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ റെക്കോർഡാണ് അദ്ദേഹം 2016 തോമസ് ഐസക് മാറ്റിയെഴുതി. ഉമ്മൻചാണ്ടി ധനമന്ത്രിയായിരിക്കും 2016 ഉമ്മൻചാണ്ടി അവതരിപ്പിച്ച ബജറ്റാണ് 2 മണിക്കൂർ 54 മിനിറ്റും ദൈർഘ്യമുള്ള 2016 ബജറ്റ് എന്ന റെക്കോർഡാണ് പിന്നീട് തോമസ് ഐസക് 2 തവണ മാറ്റി എഴുതിയത്. ഏതായാലും ബജറ്റ് പ്രസംഗത്തിന്റെ വലിയൊരു ചരിത്രവും സമരവും ഒക്കെ കണ്ട നിയമസഭ കൂടിയാണത്. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം 2015 കെ എം മാണിയുടെ ബജറ്റ് പ്രസംഗം. നമുക്കറിയാം, പ്രസിദ്ധവും കുപ്രസിദ്ധവും വിശേഷിപ്പിക്കാവുന്ന സംഭവവികാസങ്ങൾക്ക് കേരള നിയമസഭ സാക്ഷിയായ 2015 ബജറ്റ് പ്രസംഗം. അത് വെറും 9 മിനിറ്റ്, 9 മണിക്ക് ആരംഭിച്ച് 9:09 അവസാനിച്ച ബജറ്റ് പ്രസംഗം. വലിയ പ്രതിഷേധം, അന്നത്തെ പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധത്തിനൊടുവിൽ കെ എം മാണി ബജറ്റ് അവതരിപ്പിച്ചതൊക്കെ ഒരിക്കലും നിയമസഭാ ചരിത്രത്തിൽ മറക്കാനാകാത്ത കാര്യമാണ്. അതിനുശേഷം പിന്നീട് കെ എം മാണിയുടെ പാർട്ടി ഇപ്പോൾ ഈ ബജറ്റ് വരുമ്പോൾ ഇടതുമുന്നണിയിലാണ് എന്നതും, അത് ഒരുപക്ഷെ അപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമങ്ങളും നീക്കങ്ങളും ഒക്കെ നടന്നതുമൊക്കെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സഭയിലേക്ക് എത്തുകയാണ്. അരുണ്, ധനമന്ത്രിയുടെ വാഹനം അല്പസമയം, ഏതാനും നിമിഷങ്ങൾക്കകം ധനമന്ത്രി ബജറ്റ് അവതരണത്തിനായി സഭയിലേക്ക് എത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് രണ്ടാം പിണറായി മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം. കാരണം കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് ജനത്തെ എത്രത്തോളം സ്വാധീനിക്കുമെന്നതനുസരിച്ചിരിക്കും സഭയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട LDFന്റെ പ്രചരണ പരിപാടികൾ പോലും. ഒരുപക്ഷെ ജനപ്രിയ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികൾ, ക്ഷേമ പെൻഷനിലൊക്കെ ഒരു വലിയ വ്യത്യാസം സംഭവിച്ചാൽ അത് തീർച്ചയായും ആ തരത്തിൽ തന്നെ ജനത്തെ അറിയിച്ചുകൊണ്ട്, ബോധ്യപ്പെടുത്തിക്കൊണ്ട് ധൈര്യപൂർവ്വം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാനുള്ള എല്ലാ സാഹചര്യവും സർക്കാരിനുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ LDFന്റെ കൃത്യമായ നിരീക്ഷണങ്ങൾ ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. വിവിധ മേഖലകൾ, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. വികസന കുതിപ്പ് എന്ന ലക്ഷ്യം അത് അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കെ എൻ ബാലഗോപാൽ ഇപ്പോൾ ബജറ്റ് അവതരിപ്പിക്കാനായി സഭയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം കുടുംബസമേതമാണ് നിയമസഭയിലേക്ക് എത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ്, ഒരുപക്ഷെ ഭരണ തുടർച്ച ലഭിച്ചില്ലെങ്കിൽ കെ എൻ ബാലഗോപാലിൻ്റെയും അവസാന ബജറ്റിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അദ്ദേഹം സഭയിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കുടുംബസമേതമാണ് ബാലഗോപാൽ സഭയിലേക്ക് എത്തുന്നത് എന്നുള്ളതും ഏറെ പ്രത്യേകതയാണ്. ബാഗിനുള്ളിലാണ് സംസ്ഥാനത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും എന്ന് വേണം മനസ്സിലാക്കാൻ. Okay.
ധനമന്ത്രി ബജറ്റ് അവതരണത്തിനായി നിയമസഭാ ഹാളിനുള്ളിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം, ഏതാണ്ട് 10 മിനിറ്റിനകം സഭാ സമ്മേളനം ആരംഭിക്കും. സ്പീക്കറും സഭയിലേക്ക് എത്തിയത് നമ്മൾ കണ്ടിരുന്നു. ഏതാണ്ട് 10 മിനിറ്റിനകം സഭാ സമ്മേളനം ആരംഭിക്കും. എന്തൊക്കെ സർപ്രൈസുകൾ ധനമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്കായി കാത്തുവെച്ചിരിക്കുന്നു. വലിയ ലക്ഷ്യങ്ങളുണ്ട്. നേരത്തെ ധനമന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ നാട് വിട്ടുപോകുന്ന ഒരു വലിയ തലമുറ, പുതിയ തലമുറ നാട് വിട്ടുപോകുന്നു. അന്യരാജ്യങ്ങളെ ആശ്രയിക്കുന്നു. അതൊക്കെ അവസാനിപ്പിക്കണം. സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷകൾ അതേ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം അടക്കമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ഷേമ പെൻഷൻ വർധനവ് സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്നുള്ളതും പ്രധാനമാണ്. സർക്കാർ ജീവനക്കാരുടെ വലിയ പ്രതീക്ഷ അത് അവരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഓരോ മേഖലയിലും എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി കാത്തുവെച്ചിരിക്കുന്നു. അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുണ, മന്ത്രിമാർ ഓരോരുത്തരായി ബജറ്റ് പ്രസംഗം കേൾക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും മന്ത്രിമാരെല്ലാം എത്തുകയാണ്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി സഭയ്ക്കുള്ളിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാ മന്ത്രിമാരും എത്തും. കൃത്യം 9 മണിക്ക് തന്നെ ബജറ്റ് പ്രസംഗം ആരംഭിക്കും. മുഖ്യമന്ത്രിയെ കണ്ട ശേഷമാണ്, മുഖ്യമന്ത്രി ബജറ്റ് കോപ്പി കൈമാറിയ ശേഷമാണ്. അതൊരു നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. മുഖ്യമന്ത്രി എപ്പോഴും ഈ ബജറ്റിന്റെ പ്രസംഗത്തിൽ കോപ്പി മുഖ്യമന്ത്രി കൈമാറും. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ സഭയിലേക്ക് എത്തുന്നത്. സഭയിലെത്തിയാൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങളിലൊക്കെ അടുത്തെത്തി അദ്ദേഹം ബജറ്റുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകൾ, അവരുടെ പ്രതീക്ഷകളുണ്ട്. സ്വാഭാവികമായ ഒരു കുശലാന്വേഷണ രീതി അത് എപ്പോഴും ഉള്ളതാണ്. അതാണ് ഇനി നിയമസഭയിൽ നടക്കാൻ പോകുന്നത്. വളരെ പ്രതീക്ഷ, ഒരു മുന്നണിയുടെ തന്നെ പ്രതീക്ഷയുമായാണ് കെ.എൻ. ബാലഗോപാൽ ഇപ്പോൾ ഈ ബജറ്റ്, തന്റെ ആ ഒരു ബ്രീഫ് കേസ്, എപ്പോഴും ബജറ്റ് അവതരണവേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ധനമന്ത്രിമാരുടെ കയ്യിലുള്ള ആ ബ്രീഫ് കേസാണ്. ആ ബ്രീഫ് കേസിനുള്ളിലാണ് ബജറ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബജറ്റ് ഡോക്യുമെന്റ്സും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് മാജിക്കാണ് കെ.എൻ. ബാലഗോപാൽ ഇവിടെ കാട്ടാൻ പോകുന്നത്? എന്ത് വാഗ്ദാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ നൽകിയാണ് ഭരണത്തുറച്ച സ്വപ്നത്തിലേക്ക് ഇടതുമുന്നണി എത്തിക്കാൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന് കഴിയുമോ എന്ന കാര്യമാണ് ഏറ്റവും നിർണായകവും ഏറ്റവും ആകാംക്ഷയുണർത്തുമായിട്ടുള്ള കാര്യം. ഇടതുമുന്നണി ഒന്നാകെ ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന ബജറ്റ് അവതരണത്തിനായാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ കൃത്യമായ എല്ലാ വകുപ്പുകൾക്കും എത്രത്തോളം പ്രാധാന്യം നൽകും, ഓരോ എംഎൽഎമാരും വലിയ പ്രാധാന്യത്തോടുകൂടി ഈ ബജറ്റിനെ കാണുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തങ്ങളുടെ മണ്ഡലങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനാകും മന്ത്രിമാർ വളരെ ആകാംക്ഷയോടുകൂടി കാണും. കാരണം ഭൂരിഭാഗം മന്ത്രിമാരും വീണ്ടും മത്സരിക്കുന്നുണ്ട്. ഭൂരിഭാഗം സിറ്റിംഗ് എംഎൽഎമാരെയും ഇത്തവണ CPM വീണ്ടും ഇടതുമുന്നണി കളത്തിലിറക്കുന്നു. അതുകൊണ്ട് തന്നെ എംഎൽഎമാർക്ക്, മന്ത്രിമാർക്ക് എല്ലാവർക്കും വളരെ നിർണായകമാണ്. ഒരു മുന്നണിക്കാകെ പ്രതീക്ഷയുമായാണ് കെ.എൻ. ബാലഗോപാൽ എത്തിയിരിക്കുന്നത്. ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ മാത്രം ഭരണം ഉറപ്പിക്കാനാകുമെന്ന കാര്യമൊക്കെ പിന്നീട് രാഷ്ട്രീയമായ ചോദ്യമാണ്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് അവരുടെ പ്രതീക്ഷകൾ, കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷം സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോഴും കത്തിച്ചു തീർത്ത പ്രതിപക്ഷ സമീപനത്തിനടക്കം വലിയ ആശങ്കയിലും ആണ് ഇടതുമുന്നണി, സംസ്ഥാനത്തെ ഭരണ മുന്നണിയുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ അവസാന കച്ചിത്തുരുമ്പ്, അവരുടെ പ്രതീക്ഷയുടെ അവസാന കേന്ദ്രമായി ബജറ്റ് മാറിയിരിക്കുകയാണ്. ബജറ്റിൽ എത്രത്തോളം ജനക്ഷേമ പ്രഖ്യാപനം നടത്താനാകും, വികസന രംഗത്ത് ജനങ്ങൾ എത്രത്തോളം ഒപ്പം നിർത്താനാകുമെന്ന കാര്യമാണ് വളരെ ആകാംക്ഷയോടുകൂടി ഇടതുമുന്നണി ഒന്നടങ്കം നോക്കുന്നത്. പ്രതിപക്ഷത്തിനും ഈ ബജറ്റ് ഏറ്റവും നിർണായകമാണ്. കാരണം വലിയ പ്രഖ്യാപനങ്ങളും ജനങ്ങളെ വിശ്വാസമെടുക്കാൻ, ജനങ്ങളുടെ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ ബജറ്റിന്റെ ഭാഗമായി ഇടതുമുന്നണിക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞാൽ UDF-നും തിരിച്ചടിയുണ്ടാക്കും. അവർ ഒരു ഭരണത്തിലേക്കെന്ന ഉറച്ച പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്ന ഘട്ടമാണ്. ആ ബജറ്റിനെ, ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കാൻ, ആ പ്രതീക്ഷകളെ ആശങ്കകളാക്കി മാറ്റാൻ കഴിയുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഏതായാലും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അല്പസമയത്തിനകം ഉള്ളിലേക്ക് സഭാതലത്തിലേക്ക് എത്തും. അദ്ദേഹം പ്രതിപക്ഷ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.